ഹായ് ഹലോ പനക്കത്തിയാന്നി എല്ലാവർക്കും സുഖമില്ലേ? അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങളോട് പറയുമ്പോൾ അത് വിട്ടുപോകരുതല്ല, എല്ലാം പറയണമല്ലോ. അതിനുവേണ്ടിയാണ് കുറച്ച് നോട്ട്സൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓണമൊക്കെ വരികയല്ലേ. അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും തിരക്കായിരിക്കും. നമുക്ക് ഓണത്തിൻ്റെ അന്ന് എല്ലാവരോടും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരോടാണെങ്കിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും അടുക്കളയിലായി പോകുന്നു. ഞാൻ പറയുന്നത് സ്ത്രീകളെ പറ്റിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ എപ്പോഴും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂറിൽ എങ്ങനെ ഒരു അടിപൊളി ഓണസദ്യ തയ്യാറാക്കാം. ചുരുങ്ങിയ ഒരു 2 മണിക്കൂറുടെ അടുത്ത് നമുക്ക് ഓണസദ്യ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ നമുക്ക് ഒരുങ്ങാം എന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 2 മണിക്കൂറിൽ എങ്ങനെ നമുക്ക് ഓണസദ്യ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് എല്ലാം ഒരുമിച്ച് തുടങ്ങുക, അതേപോലെ തന്നെ കൂടുതൽ സമയം വേണ്ട വിഭവങ്ങൾ ആദ്യം തന്നെ തുടങ്ങുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നമുക്ക് അരിയലും പിടിക്കലും എല്ലാം തന്നെ നമുക്ക് തലേന്ന് തന്നെ ചെയ്തു വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി സമയം വേണ്ട വിഭവങ്ങൾ നമുക്ക് ആദ്യം തന്നെ ചെയ്തു തുടങ്ങാം. അപ്പൊ ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു 2 മണിക്കൂറുള്ളിൽ എങ്ങനെ നമുക്ക് ഈ ഓണസദ്യ തയ്യാറാക്കാം എന്നുള്ളത് ഒരു മിനിറ്റ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് തുടങ്ങിയാലോ? അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മളിവിടെ എന്തൊക്കെ വിഭവങ്ങളാണ് ആദ്യം തയ്യാറാക്കേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചോറ്, കട്ടിപ്പരിപ്പ്, സാമ്പാർ, രസം, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, അച്ചാറ്, പപ്പടം, പായസം, ഉപ്പേരി, ശർക്കര വരട്ടി, പായസം, മോര് എന്നിവയാണ് നമ്മുടെ ഈ 2 മണിക്കൂറിൽ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓണസദ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് അരി കഴുകി വേവിക്കാനും വെക്കാം. അതുപോലെ തന്നെ പരിപ്പും സാമ്പാറിനുള്ള പച്ചക്കറികളും നമുക്ക് കഴുകി വേവിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ 10 മിനിറ്റ് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അടുത്ത 10 മുതൽ 25 വരെയുള്ള മിനിറ്റുകൾ നമുക്ക് അവിയൽ, തോരൻ, ഓലൻ എന്നിവയ്ക്ക് സാധനങ്ങളെല്ലാം അരിഞ്ഞു കൂട്ടി വെക്കുകയും ഒപ്പം പായസത്തിനുള്ള തയ്യാറെടുപ്പുകളും ചെയ്തു കൊടുക്കുക. അടുത്ത 25 മുതൽ 45 വരെ മിനിറ്റുകൾ നമുക്ക് അവിയൽ, തോരൻ, ഓലൻ എന്നിവ തയ്യാറാക്കുക. ഇവയെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് 3ഉം ഒരുമിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ലാഭമാകും. ഇനി അടുത്തത് 45 മുതൽ 65 വരെയുള്ള മിനിറ്റുകൾ നമുക്ക് സാമ്പാർ, നമ്മൾ നേരത്തെ സാമ്പാർ വേവിക്കാൻ വെച്ചായിരുന്നല്ലോ. ഇനി ഇതിന്റെ ബാക്കി പണികൾ ചെയ്ത് നമുക്ക് സാമ്പാർ പൂർത്തിയാക്കാം. ഒപ്പം തന്നെ കാളനും റെഡിയാക്കാം. പിന്നെ കിച്ചടി, പച്ചടിയും കൂടി റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 1 മണിക്കൂർ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വിഭവങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കാവുന്നതാണ്. ഇനി 65 മുതൽ 80 മിനിറ്റ് വരെ നമുക്ക് ഇഞ്ചിക്കറി, രസം, അച്ചാറ് എന്നിവ തയ്യാറാക്കാം. ഇപ്പൊ പറഞ്ഞ ഈ കൂട്ടുകളില്ലേ, അതായത് ഇഞ്ചിക്കറി, രസം, അച്ചാറ് എന്നിവ നമുക്ക് തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മിനിറ്റ് നമുക്ക് വീണ്ടും ലാഭിക്കാം. എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് ഒരു 2 മണിക്കൂറത്തെ കാര്യമായതുകൊണ്ടാണ് ഞാൻ അതും ഉൾപ്പെടുത്തിയത്. ഇനി അടുത്ത 80 മുതൽ 100 മിനിറ്റ് വരെ നമുക്ക് പായസം റെഡിയാക്കാവുന്നതാണ്. ഒപ്പം ചോറും പരിപ്പും നമുക്ക് തയ്യാറാക്കുക. ചോറും പരിപ്പും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടാണ്, അതൊന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് പായസത്തിനുള്ള പരിപാടി ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഇതിൽ 100 മുതൽ 110 മിനിറ്റ് വരെ നമുക്ക് പപ്പടം തയ്യാറാക്കാം. ഒപ്പം ശർക്കര വരട്ടിയും പഴവും ഉപ്പേരിയും ഒക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ശർക്കര വരട്ടിയും ഉപ്പേരിയും പഴവും ഒക്കെ നമുക്ക് എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ. അതിൽ വലിയ തയ്യാറാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ തയ്യാറാക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് പപ്പടമാണ്. ഇനി അവസാന 110-120 മിനിറ്റുകളിൽ നമുക്ക് മോര് തയ്യാറാക്കുകയും എല്ലാം എടുക്കാവുന്ന ക്രമത്തിൽ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പൊ ഈ 2 മണിക്കൂറിലുള്ള പാചകം നമ്മൾ പൂർത്തിയാക്കുകയാണ്.
അപ്പോൾ ഇതേപോലെ ഓണ ദിവസത്തിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എളുപ്പത്തിൽ ഓണസദ്യ തയ്യാറാക്കാം. ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓണദിനം വീട്ടുകാരോടൊപ്പം ആഘോഷകരമായി കൂടാം. ഇത് കൂടാതെ സമയം ലാഭമാക്കാൻ 5 ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്നാമത്തേത്, കുക്കർ ഉപയോഗിക്കുക. പരിപ്പ്, സാമ്പാറിനുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് ഒരുമിച്ച് വേവിക്കാം. പച്ചക്കറികളെല്ലാം നേരത്തെ തന്നെ അരിഞ്ഞു വെക്കുക. ഓരോ കറികൾ ഉണ്ടാക്കുന്നതിന് മുമ്പായി അരിയുന്നതിന് പകരം നേരത്തെ തന്നെ അരിഞ്ഞു വെക്കാവുന്നതാണ്. 3, പായസം നേരത്തെ തന്നെ അടുപ്പിൽ വെക്കുക. അതാകുമ്പോൾ പായസം തണുത്ത് കഴിയുമ്പോൾ രുചി കൂടും. 4, അവിയൽ, തോരൻ, ഓലൻ എന്നിവ ഒരേ സമയം വ്യത്യസ്ത പാത്രങ്ങളിൽ വെക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റും. ഇനി 5-മത്തേത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല, എന്നാൽ ചിലരെങ്കിലും ശർക്കര വരട്ടിയും ഉപ്പേരിയും അച്ചാറും ഒക്കെ വീട്ടിൽ തന്നെ ആ സമയത്ത് തയ്യാറാക്കാൻ നോക്കും. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് സമയം കൂടുതൽ നഷ്ടമാണ്. എന്നാൽ ഈ സാധനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുകയോ അല്ലെങ്കിൽ പുറത്തു നിന്നും വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം കൂടുതൽ ലാഭിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 4-6 കുടുംബാംഗങ്ങളുള്ള ഒരു വീട്ടിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാകുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ ചെറിയ അളവിൽ നമുക്ക് കറികൾ എല്ലാം തയ്യാറാക്കാൻ പറ്റും. ഒത്തിരി അളവിൽ ഉണ്ടാക്കുന്ന, അതായത് കുടുംബാംഗങ്ങൾ കൂടുതലുള്ള ഇതാണെങ്കിൽ നമുക്ക് ഈ 2 മണിക്കൂർ തികയാതെ വരും. എന്നാൽ ഈ ചെറിയൊരു വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഓണസദ്യ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സമയക്രമങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വേണ്ടവർ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനിയും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.